Everybody is so talented. Murli Gopi sir, Devamohan, Shanti, Sahu sir, Panishad. അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് വളരെ ഒരു ഓൾറെഡി പ്രൂവ് ചെയ്ത നല്ല ഒരു ആർട്ടിസ്റ്റുമാണ്. എല്ലാവർക്കും അറിയാം, നന്നായി പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. സോ അവരുടെ കൂടെ ഞാൻ ചേർന്ന് നടിക്കുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് ഒരു ചാലഞ്ച്. ഇങ്ങനെ ഞാനും നന്നായി അഭിനയിക്കണം, അവർ നിൽക്കുന്ന സീനിൽ ഞാനും എക്സൽ ആണെന്നുള്ളൊരു ഒരു തോട്ട് പ്രോസസ്സിലാണ് എല്ലാ സീനും ചെയ്തത്. സോ ഇറ്റ് വാസ് വെരി എൻകറേജിങ്. ഇങ്ങനെ ഇത്രയും വലിയ ആർട്ടിസ്റ്റ് കൂടെ അഭിനയിക്കാനുള്ള ഒരു ചാൻസും ഒരു ഓപ്പർച്യൂണിറ്റിയും, അതേ സമയത്ത് സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേ, പടത്തിന്റെ ക്യാൻവാസ്, ഡയറക്ടർ കൃഷ്ണകുമാർ, സോ എല്ലാം ചേർന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഈ പൊളിറ്റിക്സിലെ ഈ രാഷ്ട്രീയക്കാരനായിട്ടും പോലീസുകാരനായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഓരോ സിനിമയും വ്യത്യസ്തമായിട്ട് എങ്ങനെ വരാൻ പറ്റും ഒന്ന് പറയാം. ഈ രാഷ്ട്രീയക്കാരനായിട്ടും പോലീസുകാരനായിട്ടും എപ്പോഴും ജയരാജൻ വന്നിട്ടുള്ളതാണ്. പക്ഷെ ഓരോ സിനിമയിലും വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. അതെങ്ങനെ വരാൻ പറ്റുന്നു എന്നുള്ളതാണ് ചോദ്യം. ഞാൻ അഭിനയം തുടങ്ങിയത് പ്രൊഫഷണലായിട്ട് തുടങ്ങിയത് ഒരു 56 വർഷമായി. അഭിനയം മാത്രമാണ്. ഞാൻ കോളേജ് കഴിഞ്ഞു ഒരു 10-13 വർഷത്തോളം നാടകത്തിലായിരുന്നു. നാടകം അച്ഛൻ്റെ കൂടെ വിശ്വകേരള കലാസമിതി ഞങ്ങൾ സ്വന്തം സമിതിയാണ്. അച്ഛന് എൻ്റെ അമ്മ, എൻ്റെ ചിറ്റ, അച്ഛൻ്റെ പെങ്ങൾ, എൻ്റെ സിസ്റ്റർ, ഞങ്ങളെല്ലാവരും നടികന്മാരായിട്ട് നാടക ഗ്രൂപ്പായിരുന്നു ഞങ്ങൾ. അവിടെ 10-13 വർഷം ഞങ്ങളെ ട്രൂപ്പിൽ മാത്രം അഭിനയിച്ച നടികന്മാരുണ്ട്. ഈ ഓരോ വർഷവും ഓരോ നാടകം കളിക്കുമ്പോൾ എല്ലാവരും വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. അത് അച്ഛനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഹൗ ടു മേക്ക് എ ക്യാരക്ടർ, എങ്ങനെയാണ് കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് എന്ന് അച്ഛൻ ഓരോരുത്തർക്കും ഈ കഥാപാത്രം എന്താണെന്നും അയാൾ എവിടെ ജനിച്ചു, എങ്ങനെയാണ് അയാൾ സാഹചര്യത്തിൽ ഇവിടെ എത്തിപ്പെട്ടത്, ഇപ്പം അയാൾ എവിടെ നിൽക്കുന്നു, അങ്ങനെ ഒരു കഥാപാത്രം എന്താണെന്നുള്ളത് നടന്നെ പറഞ്ഞ് അയാളുടെ മനസ്സിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയുണ്ട് അച്ഛൻ. ഇത് കണ്ടു വളർന്ന ആളാണ്. അത് ഞങ്ങളുടെ കൂടെയുള്ള പല നടികന്മാരും അത്ഭുതകരമായിട്ടുള്ള കഥാപാത്രങ്ങളായി മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് അത് വേറെ യൂണിവേഴ്സിറ്റി പോയത് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ ഉൾപ്പെടെയൊക്കെ നന്നായിട്ട് ജനിച്ചത് അങ്ങനെയൊരു നാടകത്തിൽ പ്രവർത്തിക്കാൻ പറ്റിയത്. ഇത്രയും മലയാളത്തെ മിക്ക നടികന്മാർ, നാടകന്മാർ, പൂർവശരാജൻ, അങ്ങനെയുള്ള അനവധി നടികളാണ് മലയാളത്തെ. ഇവരെല്ലാം ഞങ്ങൾ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ അത്ഭുതകരമായ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ എങ്ങനെയാണ് കഥാപാത്രങ്ങൾ ആ ആളല്ലുള്ളത് എന്ന് തോന്നുന്ന രീതിയിലുള്ള മാറ്റമാണ് അത് സൃഷ്ടിക്കുന്നത്. അപ്പൊ അത് കണ്ട് വളരാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പിന്നെ സിനിമയിൽ വന്നപ്പോൾ ഞാൻ 23 ഒരാൾ സിനിമയിൽ വളരെ സജീവമായത്. അപ്പോൾ 43 വർഷം സിനിമ മാത്രമാണ്. ഈ ഇത്രയും വർഷം വളരെ വ്യത്യസ്തരായ ക്യാരക്ടേഴ്സ്, ഇതുപോലുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. മോഹൻലാൽ അഭിനയിക്കാൻ പറ്റി. അപ്പോൾ എനിക്കും പറ്റിയത് എനിക്ക് ഭാഗ്യമെന്നതാണ്. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ പറ്റി. അത് എത്രയും വ്യത്യസ്തമാക്കാൻ പറ്റുമോ അത്രയും വ്യത്യസ്തമാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഞാനൊരു കഥാപാത്രത്തെ അഭിനയിക്കുന്നത് എൻ്റെ മോഹം കൊണ്ടല്ല ഞാൻ അഭിനയിക്കുന്നത്, എൻ്റെ മനസ്സുകൊണ്ടാണ്. മനസ്സുകൊണ്ട് ഞാൻ ആ കഥാപാത്രം കാണാൻ ശ്രമിക്കും. എത്രമാത്രം ഭംഗിയാവുന്നുണ്ട് ചിലതൊക്കെ അതൊന്നും വിചാരിക്കുന്നത് പറ്റില്ല. പിന്നെ ഒരേ പാറ്റേൺ മുഖ്യമന്ത്രി, ഞാൻ എത്ര മുഖ്യമന്ത്രി അഭിനയിച്ചിരിക്കുന്നു, എത്ര പൊളിറ്റീഷ്യൻ അഭിനയിച്ചിരിക്കുന്നു, അത് ഒരു പരിധിക്കപ്പോഴത്തെ വ്യത്യാസമാക്കാൻ പറ്റും. എൻ്റെ ഈ ഭാവം, എൻ്റെ ശരീരം, എൻ്റെ പറഞ്ഞ പോലെ എൻ്റെ കൈയും കാലും, എൻ്റെ മുഖമൊക്കെ അല്ലേ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും വ്യത്യസ്തമാക്കാം. പിന്നെ ഈ ഡയറക്ടർ പറയുന്നത് മുരളി ഗോപി മുരളി ഗോപി ആ കഥാപാത്രം എങ്ങനെയാണ് ചേട്ടാ, ഈ മുഖ്യമന്ത്രി എങ്ങനെയാണ്, മറ്റൊരു മുഖ്യമന്ത്രി വേറെ രീതിയിലാണ്. പിന്നെ രാജു പൃഥ്വിരാജ് ചെയ്യുന്നവരുണ്ട്, അയാൾ നോബഡി, അയാൾ അത് മുഖ്യമന്ത്രിയാണ്. അത് വേറെ ടൈപ്പാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവമൊക്കെ. അപ്പോൾ എങ്ങനെയാണ് സ്വഭാവക്കാരനാണെന്നുള്ളത് സ്ക്രിപ്റ്റ് റൈറ്റർ പറയും. പിന്നെ ഡയറക്ടർ ഓരോ സീൻ പറയുമ്പോൾ ഇപ്പം ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് ഒന്നും വായിച്ചതല്ലായത്. അപ്പോൾ ഇതിൻ്റെ ഓരോ സീക്വൻസും കേട്ടാ അങ്ങനെയായ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. ഇത് പറയുമ്പോൾ നമ്മളൊരു ബോധം ഉണ്ടാകും നമ്മുടെ മനസ്സിൽ. ആ മനസ്സാണ് ഇതെല്ലാം